ഹായ് മക്കൾസ്, അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. എടാ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ടല്ലോ, ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. അലക്കടൽ പോലെയുള്ള ഒരു വലിയൊരു ചാപ്റ്ററാണ്, ഒരു കീറാമുട്ടി ചാപ്റ്ററാണ്. എനിക്ക് തീരെ ഇഷ്ടമില്ല, പക്ഷെ എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യാനില്ല. അതുവാ ചെയ്യാം, നമ്മൾ പഠിക്കണം, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡൈജഷനും, രണ്ട് സർക്കുലേറ്ററി സിസ്റ്റവും. അതിൽ ഡൈജഷൻ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒരു 10-11 മിനിറ്റിന്റെ വീഡിയോ ആണ്. അതിൽ നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഷോർട്ട് ആൻഡ് പ്രിസൈസ് ആയിട്ട് സമ്മറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ എന്തായാലും പോയി കാണണം. അതിനുശേഷം അതിന്റെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള സർക്കുലേറ്ററി സിസ്റ്റം, രക്തപര്യന വ്യവസ്ഥ, ഇത് നമുക്കൊരു 10-11 മിനിറ്റ് കൊണ്ട് വളരെ വേഗത്തിൽ എന്ത് ചെയ്യാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് റൊമാൻറ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ രക്തപര്യന വ്യവസ്ഥയാണ്. സ്വാഭാവികമായിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരായിരിക്കും? ഒന്ന് രക്തം അല്ലെങ്കിൽ ബ്ലഡ് ആയിരിക്കും. പിന്നെ ആരായിരിക്കും? പിന്നെ ബ്ലഡ് വെസൽ ആയിരിക്കും. പിന്നെ ആരാണ്? പിന്നെ ഹൃദയം അല്ലെങ്കിൽ ഹേർട്ട്. ഇങ്ങനെ 3 ആൾക്കാരാണ് ഈ ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ. അപ്പൊ ആരൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ബ്ലഡ്, 2 ബ്ലഡ് വെസൽ, 3 ഹേർട്ട്. അതായത് ഒന്ന് രക്തം, 2 രക്തം പോകുന്ന കുഴൽ, രക്തക്കുഴൽ, പിന്നെ ആ രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയവും. ഇങ്ങനെ 3 ആൾക്കാരാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അതിൽ ഒന്നാമത്തെ ആളാണ് ആര്? ബ്ലഡ്. എന്താണ്? ബ്ലഡ് അല്ലെങ്കിൽ രക്തം അല്ലെങ്കിൽ ചോര. ഓക്കെ. അപ്പൊ ഈ ബ്ലഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ബ്ലഡിൽ പ്രധാനമായിട്ടും 2 കോമ്പണൻസ് ആണ് ഉള്ളത്. ഒന്ന് ബ്ലഡ് പ്ലാസ്മ, 2 ബ്ലഡ് സെൽസ്. ബ്ലഡ് പ്ലാസ്മയും ബ്ലഡ് സെൽസും. ബ്ലഡ് പ്ലാസ്മയും രക്തകോശങ്ങൾ അഥവാ ബ്ലഡ് സെൽസ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിൽ ബ്ലഡ് പ്ലാസ്മ എന്താണ്, അതുപോലെ തന്നെ രക്തകോശങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ രക്തത്തിനെ നമ്മൾ എന്ത് ചെയ്യാം, 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് രക്തത്തിലെ 55% എന്താണ്? പ്ലാസ്മയാണ്. ബാക്കി 45% എന്താണ്? ബ്ലഡ് സെൽസ് ആണ്. ഇനി ആ പ്ലാസ്മ ഉണ്ടല്ലോ, ഈ 55% പ്ലാസ്മ, ആ പ്ലാസ്മയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ, ആ പ്ലാസ്മയുടെ 90% എന്താണ്? വാട്ടർ ആണ്. പിന്നെ കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. ഏതൊക്കെ പ്രോട്ടീൻസ് ഉള്ളതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തവന്റെ പേരാണ് ആൽബുമിൻ, രണ്ടാമത്തവന്റെ പേരാണ് ഗ്ലോബുലിൻ, മൂന്നാമത്തവന്റെ പേരാണ് ഫൈബ്രിനോജൻ. അപ്പൊ ഏതൊക്കെയാണ് പ്രോട്ടീൻ? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, രക്തത്തിലെ പ്രോട്ടീനുകൾ ഏത്? അപ്പൊ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എഴുതി കൊടുക്കണം. ഓക്കെ ആണല്ലോ. പിന്നെ അതർ കോമ്പോണൻസ്, അത് ഒരുപാട് കോമ്പോണൻസ് ഉണ്ട്, മെയിൻ ചെയ്യേണ്ട, പോട്ടങ്ങട്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ ബ്ലഡ് സെൽസ് ആണ്, രക്തകോശങ്ങളാണ്. രക്തകോശങ്ങൾ പ്രധാനമായിട്ടും എത്ര ടൈപ്പാണ്? 3 ടൈപ്പാണ്. എത്ര ടൈപ്പാണ്? 3 ടൈപ്പ്. ഒന്ന് റെഡ് ബ്ലഡ് സെല്ല് അഥവാ RBC. RBC അഥവാ റെഡ് ബ്ലഡ് സെല്ല് എന്ന് വെച്ചാൽ ചുവന്ന രക്തകോശങ്ങൾ, റെഡ്, ചുവന്ന. ഓക്കെ. രണ്ടാമത്തേത് വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ വെളുത്ത രക്തകോശങ്ങൾ. മൂന്നാമത്തേത് പ്ലേറ്റ്ലെറ്റ്സ്. എന്ത് ലെറ്റ്സുകൾ? പ്ലേറ്റ്ലെറ്റുകൾ. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ആളാണ് ആര്? റെഡ് ബ്ലഡ് സെല്ല് അഥവാ ചുവന്ന രക്തകോശങ്ങൾ. ഇവരുടെ പണി എന്താണെന്ന് ചോദിച്ചാൽ, ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. ആരെ ട്രാൻസ്പോർട്ട് ചെയ്യുക? ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യാം. അതായത് നമ്മളെ മൂക്കിലൂടെ ശ്വസിക്കുന്ന ഓക്സിജൻ ഉണ്ടല്ലോ, ഈ ഓക്സിജൻ എന്ത് ചെയ്യണം? ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും എത്തണം. അപ്പൊ എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്സസ് ഉള്ള ഒരേ ഒരു ചങ്ങായി ആരാണ്? ബ്ലഡ് ആണ്. അപ്പൊ ബ്ലഡിലെ RBCയുടെ കൂടെ ഈ ഓക്സിജൻ എന്ത് ചെയ്യും? ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും എത്തും. എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജന് സഹായിക്കുന്ന ആളാണ് ആര്? RBC. എന്നാൽ രണ്ടാമത്തെ ആളാണ് വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ വെളുത്ത രക്തകോശങ്ങൾ. ഇവരുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബോഡിക്ക് എന്ത് തരുന്നു സുഹൃത്തുക്കളെ? ഇമ്മ്യൂണിറ്റി തരുന്നു. എന്ത് തരുന്നു? ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി. ഏതെങ്കിലും പാത്തോജൻസ് ഇങ്ങനെ വന്നാൽ ഓലെ ഇടിച്ച് തെറിപ്പിച്ച് ഓല എന്ത് ചെയ്യും? തൂഫാനാക്കി മാറ്റും. അങ്ങനെ ഡിഫൻസ് മെക്കാനിസം ആയിട്ട് രോഗപ്രതിരോധ ശേഷി തരുന്ന ആളാണ് നമ്മുടെ വെളുത്ത രക്തകോശങ്ങൾ അഥവാ വൈറ്റ് ബ്ലഡ് സെൽസ്. പിന്നുള്ളത് പ്ലേറ്റ്ലെറ്റാ. പ്ലേറ്റ്ലെറ്റിന്റെ പണി നമുക്ക് ഓൾറെഡി അറിയാം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ് സഹായിക്കും. നമുക്ക് മുറിയൊക്കെ ആയി കഴിഞ്ഞാൽ ആ ബ്ലഡ് പിന്നെ ക്ലോട്ട് ണല്ലോ, അതിന് സഹായിക്കുന്ന ആളാണ് ആര്? പ്ലേറ്റ്ലെറ്റുകൾ. അപ്പൊ ഇതാണ് രക്തത്തെ കുറിച്ചുള്ള ഒരു ചുരുക്കം. അങ്ങനെയെങ്കിൽ ഈ രക്തം പാസ് ചെയ്യുന്ന ഒരു കുഴലുണ്ടല്ലോ, അതാണ് ഏത് കുഴൽ? രക്തക്കുഴൽ അഥവാ ബ്ലഡ് വെസൽ. അപ്പൊ ബ്ലഡ് വെസലിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബ്ലഡ് വെസൽ എത്ര ടൈപ്പാന്ന് ചോദിച്ചാൽ 3 ടൈപ്പാണ്. എത്ര ടൈപ്പാണ്? 3 ടൈപ്പ്. ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്ന് സുഹൃത്തുക്കളെ, ഒന്ന് ആർട്ടറി. എന്താ പേര്? ആർട്ടറി അഥവാ ധമനി. 2 വെയിൻ അല്ലെങ്കിൽ സിര. 3 കാപ്പിലറി അല്ലെങ്കിൽ ലോമിക. അപ്പൊ ഒന്നാമത്തെ ആളാരാണ്? അത് ആർട്ടറി. രണ്ടാമത്തെ ആളാണ് ആര്? വെയിന്. മൂന്നാമത്തെ ആളാണ് ആര്? കാപ്പിലറി. ധമനി, സിര, ലോമിക. ധമനി, സിര, ലോമിക. ധമനി, സിര, ലോമിക. ആർട്ടറി, വെയിന്, കാപ്പിലറി. കൊള്ളാലോ. ഓക്കെ. ഇന്ന് എന്താ ആർട്ടറിയുടെ പ്രത്യേകത? ആർട്ടറി എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും കട്ടിയുള്ള രക്തക്കുഴൽ. ഇതാ തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾസ്. അതിന് നല്ല കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തിയുണ്ട്. അത് അത്യാവശ്യം കട്ടിയുള്ള ഒരു രക്തക്കുഴലാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ പാസ് ചെയ്യുന്ന ബ്ലഡിന് സ്പീഡിൽ പാസ് ചെയ്യാൻ പറ്റും. കാരണം കട്ടിയുണ്ട്, പൊട്ടിപ്പോകില്ല. അതാ ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ പ്രഷർ ആൻഡ് ഹൈ സ്പീഡ്. രക്തം എന്ത് ചെയ്യുന്നു? ഉയർന്ന മർദ്ദത്തിലും ഉയർന്ന വേഗത്തിലും ഒഴുകിപ്പോകുന്നു. എന്നാൽ വെയിൻ എന്ന് പറഞ്ഞാൽ അത് പേരിൽ തന്നെ ഒരു വെയിൻ, സിര, ഒരു പാവപ്പെട്ട ആളാണ്. അത് കട്ടി കുറഞ്ഞ ഭിത്തിയാണ്. ഇതാ തിൻ വാളാണ്, കട്ടി കുറഞ്ഞ ഭിത്തി. അപ്പൊ സ്വാഭാവികമായിട്ടും ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഫ്ലോസ് വിത്ത് ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡ്. ബ്ലഡ് വളരെ കുറഞ്ഞ രീതിയിലേ പോകുള്ളൂ, മെല്ലെ പോകുള്ളൂ. റൊമാൻറ്റിക് ആയിട്ട് പാവായിട്ട്
ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡ്, കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗത്തിലാണ് ബ്ലഡ് പാസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇവർ തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസം. ഒരാൾക്ക് കട്ടിയുണ്ട്, ഒരാൾക്ക് കട്ടിയില്ല. ഒരാൾ കട്ടി ഉണ്ടായത് കൊണ്ട് തന്നെ ബ്ലഡ് നല്ല സ്പീഡിൽ പാസ് ചെയ്യും, മറ്റേ വെയിനിൽ സിരയിൽ എന്താണ് മെല്ലെ പാസ് ചെയ്യുള്ളൂ. ഇനി അടുത്ത വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ വെയിനിന്റെ പ്രത്യേകത, വെയിനിൽ എന്തുണ്ട്? വി ഉണ്ട്. വലിയ സംഭവമാണോ? വെയിനിൽ വി ഉണ്ട്, അതുകൊണ്ട് വെയിനിൽ എന്ത് കാണപ്പെടുന്നു? വാൾവുകൾ കാണപ്പെടുന്നു. വാൾവുകൾ കാണപ്പെടുന്ന ഒരേ ഒരു രക്തക്കുഴൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് വെയിൻ മാത്രമാണ്. കാരണം വെയിനിലും വി ഉണ്ട്, വാൾവിലും വി ഉണ്ട്. അങ്ങനെ ഓർത്ത് വെക്കുക, അത് ഓർത്ത് വെക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഓക്കെ, വെയിനിലും വി ഉണ്ട്, വാൾവിലും വി ഉണ്ട്. അപ്പൊ വാൾവുകൾ കാണപ്പെടുന്ന ഒരേ ഒരു രക്തക്കുഴൽ ഏതാണ്? വെയിന് മാത്രമാണ്. ഓക്കെ ആണല്ലോ. പിന്നെ ഈ ആർട്ടറി എങ്ങോട്ടാണ് ബ്ലഡ് എത്തിക്കുന്നത്? വെയിൻ എങ്ങോട്ട് ബ്ലഡ് എത്തിക്കുന്നു? അല്ലെങ്കിൽ ആർട്ടറി എവിടെ നിന്ന് എങ്ങോട്ട് ബ്ലഡ് കൊണ്ടുപോകുന്നു? വെയിൻ എവിടെ നിന്ന് എങ്ങോട്ട് ബ്ലഡ് കൊണ്ടുപോകുന്നു ചോദിച്ചാൽ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ആർട്ടറിന്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ബാക്കിയുള്ള ഭാഗത്തോട്ട് എങ്ങനെ ഹൃദയത്തിൽ നിന്ന് ബാക്കിയുള്ള ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളോട്ട്, കയ്യിലോട്ട്, തലയിലോട്ട്, മൂട്ടിലോട്ട്, കാലിലോട്ട്, അങ്ങനെ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന ആളാണ് ആര്? ആർട്ടറി. ക്യാരീസ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട്, ഹൃദയത്തിൽ നിന്ന്, ഫ്രം ദ ഹാർട്ട്, ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്നു. ഓക്കെ ആണല്ലോ. എന്നാൽ വെയിൻ എന്ന് പറഞ്ഞാല് ഹൃദയത്തിലേക്ക് ഇതാ ക്യാരീസ് ബ്ലഡ് ടു ദ ഹാർട്ട്, ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന ആളാണ് ആര്? വെയിന്. ഇപ്പൊ കയ്യിൽ നിന്നോ, കാലിൽ നിന്നോ, തലയിൽ നിന്നോ, മൂട്ടിൽ നിന്നോ, ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നും ഹൃദയത്തിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന കുഴലാണ് ഇത് വെയിൻ അല്ലെങ്കിൽ സിര. അത് ഞാൻ എങ്ങനെ ഓർത്തു വെക്കാറെന്ന് ചോദിച്ചാൽ ഞാനൊരു സിമ്പിൾ കോഡ് പറഞ്ഞുതരാം. ഓക്കെ, ഇതാ ഇങ്ങനെ ഒരു വാക്ക് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഫ്രം ആർട്ടറി ടു വെയിൻ, ഫ്രം ആർട്ടറി ടു വെയിൻ, അതൊരു വാക്കാണ്. ഫ്രം ആർട്ടറി ടു വെയിൻ, ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആർട്ടറി എന്ന് പറഞ്ഞാൽ അത് ഫ്രം ദ ഹാർട്ടാ, വെയിൻ എന്ന് പറഞ്ഞാൽ അത് ടു ദ ഹാർട്ടാ. അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പൊ ഫ്രം ദ ആർട്ടറി ടു വെയിൻ അല്ലെങ്കിൽ ഫ്രം ആർട്ടറി ടു വെയിൻ, ആ രീതിയിൽ ഓർത്ത് വെക്കുക. ഇനി ഇവിടെ ഒരാളെ നമ്മൾ വിട്ടുപോയി അല്ലേ, കാപ്പിലറി. ഇയാളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഒരു പാവപ്പെട്ട രക്തക്കുഴലാണ്. അതായത് ഇതിന്റെ വാൾ എന്ന് പറഞ്ഞാൽ വാൾ ഈസ് ഫോംഡ് സിംഗിൾ ലെയർ ഓഫ് സെൽസ്. അതിന്റെ വാൾ എന്ന് പറഞ്ഞാൽ ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തി. അതിന്റെ ഭിത്തി എന്ന് പറഞ്ഞാൽ അതിന് ആകെ ഒരു കോശം മാത്രമേ ഉള്ളൂ. ഒരു കോശം കൊണ്ടാണ്, ഒരു കോശം ഇങ്ങനെ റോ ചെയ്ത് നിർത്തിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അതിന്റെ ഭിത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ നിങ്ങളെ വീടിന് ചുറ്റും മതിലുണ്ടെന്ന് വിചാരിക്കും. ആ മതിലിന് ഒരു നിര മാത്രമേ പടുത്തിട്ടുള്ളൂ. അതായത് ഇത്ര ഐറ്റൊന്നുമില്ല, ഒരു നിരയിൽ മാത്രം, ആ ചുവട്ടിൽ ഒരു നിരയിൽ മാത്രമേ കല്ല് വെച്ചിട്ടുള്ളൂ, അതിന്റെ മുകൾക്കൊന്നും കല്ല് വെച്ചിട്ടില്ല. അപ്പൊ ആ മതിൽ എന്ത് മതിലേക്കാരം? ഒരു പൊട്ട മതിലല്ലേക്കാരം. അത്രയും എന്താണ് കട്ടി കുറഞ്ഞ അല്ലെങ്കിൽ അത്രയും തീരെ പ്രൊട്ടക്ഷൻ ഒന്നും തരാത്തൊരു മതിലായിരിക്കും അത്. അതുപോലെ ഇതിന്റെ വാൾ എന്ന് പറഞ്ഞാൽ ഫോംഡ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്, ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തിയാണ് ഇതിന്റെ വാള്. പിന്നെ ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡ് ആണ് ഇതിൽ കൂടി. ബിക്കോസ് ചെറിയ വാളല്ല ഇതിനുള്ളൂ, സ്വാഭാവികമായിട്ടും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ പ്രഷറിൽ ലോ സ്പീഡിലെ ബ്ലഡ് പാസ് ചെയ്യുള്ളൂ. പിന്നെ ഇതൊന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, കാപ്പിലറിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇതിന് മൈന്യൂട്ട് പോർസ് ആർ സീൻ ഇൻ ദ വാൾ. ഇതിനാകെ ഒരു ഒറ്റ നിര കോശമുള്ള ഭിത്തിയാണ് ഇതിന്റെ വാൾ തന്നെ. ആ വാളിൽ എന്തുണ്ടെന്ന് അറിയോ? അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്, അതായത് ഓട്ടകളുണ്ട്, മൈന്യൂട്ട് പോർസ് ഉണ്ട്. അപ്പൊ പോർസ് ഉള്ള ഒരു ബ്ലഡ് കാപ്പിലറിയാണ് ഏത്? കാപ്പിലറി. അല്ലെങ്കിൽ പോർസ് ഉള്ള ബ്ലഡ് വെസലാണ് ഏത്? കാപ്പിലറി. അതായത് ഇതിന്റെ ബ്ലഡ് വെസലിൽ എന്തുണ്ട് സുഹൃത്തുക്കളെ? ഓട്ടകളുണ്ട്, പോർസ് ഉണ്ട്, സുഷിരങ്ങളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് എന്തായാലും അതിക്കൂടെ എങ്ങനെ പാസ് ചെയ്യുള്ളൂ? ലോ പ്രഷറിലും ലോ സ്പീഡിലേ പാസ് ചെയ്യുള്ളൂ. കാരണം നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഈ ഓട്ട വലുതാവില്ലേ, ഈ പോർസ് എന്തെയും വലിയ പോറായി മാറും, അല്ലെങ്കിൽ വലിയ സുഷിരങ്ങളായിട്ട് മാറും. പ്രശ്നമാണ്. അപ്പൊ ബ്ലഡ് എന്ത് ചെയ്യുന്നു? മെല്ലെ പോവുള്ളൂ. ഇതാണ് സെറ്റപ്പ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും വാൾവുള്ളത് ആർക്കാണ് ചോദിക്കും. അപ്പൊ കാപ്പിലറിന് എഴുതി വെക്കരുത്. വാൾവുള്ളത് ആർക്കാണ്? സിരകൾക്കാണ്, വെയിനിനാണ്. എന്നാൽ പോർസ് ഉള്ളത് ആർക്കാണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ആരെ എഴുതി വെക്കണം? കാപ്പിലറി അല്ലെങ്കിൽ ലോമികയെ എഴുതി വെക്കണം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഹൃദയം. അപ്പൊ ബ്ലഡ് കഴിഞ്ഞ് ബ്ലഡ് വെസൽ കഴിഞ്ഞ് ഇനി ഹൃദയത്തെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ ചുറ്റും ഒരു കവറിംഗ് ഉണ്ട്, പേര് പെരികാർഡിയം. ആ പെരികാർഡിയത്തിന് 2 ലെയറാണ്, ഡബിൾ ലെയറാണ്. സ്വാഭാവികമായിട്ടും 2 ലെയറിന്റെ ഇടയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും. ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് പെരികാർഡിയൽ ഫ്ലൂയിഡ് അഥവാ പെരികാർഡിയൽ ദ്രവം. ഈ പെരികാർഡിയൽ ഫ്ലൂയിഡിന്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഹൃദയം ഇങ്ങനെ മിടിക്കുമ്പോൾ ഈ 2 ലെയർ ഉണ്ടല്ലോ, ആ 2 ലെയറിന്റെ ഇടയിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷൻ കുറക്കുക. റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ മെംബ്രെയിൻസ് വെൻ ഹാർട്ട് ബീറ്റ്സ്. ഹൃദയം മിടിക്കുമ്പോൾ ഈ 2 സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന ഘർഷണം കുറക്കുന്നു. പിന്നെ ഹൃദയത്തിൽ പഠിക്കേണ്ടത്, ഹൃദയത്തിന് 4 അറകളാണുള്ളത്. ഒന്ന് റൈറ്റ് ഏട്രിയം, അപ്പൊ 2 ലെഫ്റ്റ് ഏട്രിയം. ഒന്ന് റൈറ്റ് വെൻട്രിക്കിൾ, അപ്പൊ 2 അടുത്ത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പൊ റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. വലത് ഏട്രിയം, ഇടത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ. ഇതാണ് ഹൃദയത്തിന്റെ 4 അറകള്. ഈ ഹൃദയത്തിലെ പ്രധാനപ്പെട്ട 2 വാൾവുകളാണ് റൈറ്റ് ഏട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിൽ. റൈറ്റ് ഏട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിൽ ഒരു വാൾവുണ്ട്. അതാണ് ട്രൈക്കസ്പിഡ് വാൾവ്. എന്ത് വാൾവ്? ട്രൈക്കസ്പിഡ് വാൾവ്. അതെങ്ങനെ ഓർത്തു വെക്കും ചോദിച്ചാൽ
റൈറ്റിൽ ഒരു ആറും ഐ ഉണ്ട്, അതേപോലെ ട്രെയിലും എന്തുണ്ട്, ഒരു ആറും ഐ ഉണ്ട്. അപ്പൊ റൈറ്റ് ഏട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലുള്ള വാൾവ് ട്രൈക്കസ്പിഡ് വാൾവ്. എന്നാൽ ലെഫ്റ്റ് ഏട്രിയത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലുള്ള വാൾവ് അത് ബൈക്കസ്പിഡ് വാൾവ്. ഏത് വാൾവാണ്? ബൈക്കസ്പിഡ് വാൾവ്. ഇതും ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. പിന്നെ ഈ ഹൃദയത്തിന്റെ പിക്ചറാ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ പണ്ട് ചെയ്തു തന്നിരുന്നു. നമുക്ക് ഒന്നും കൂടി ചെയ്യാം. അതായത് ഇവിടെ ഇത് പഠിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം. ഇവിടെ ഈ പശുവിന്റെ അകിട് പോലെ കാണപ്പെടുന്ന ഈ സാധനം ഉണ്ടല്ലോ, അതാണ് അയോട്ട അല്ലെങ്കിൽ മഹാധമനി. അത് ആ രീതിയിൽ ഓർത്ത് വെക്കുക, അയോട്ട അല്ലെങ്കിൽ മഹാധമനി. പിന്നെ ഇവിടെ മുകളിലുള്ളത് പൾമണറി ആർട്ടറിയും താഴെയുള്ളത് പൾമണറി വെയിനുമാണ്. അപ്പൊ രണ്ടും പൾമണറിയാണ്, ഒന്ന് ആർട്ടറി ഒന്ന് വെയിനാണെന്നേ ഉള്ളൂ ഡിഫറൻസ്. അപ്പൊ അതെങ്ങനെ ഓർത്തു വെക്കുമെന്ന് ചോദിച്ചാൽ, മുകളിലുള്ളത് ആർട്ടറിയും താഴെയുള്ളത് വെയിനാണല്ലോ. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആദ്യം എ പിന്നെ വി, അപ്പൊ മുകളിലുള്ളത് ഏത്? ആർട്ടറി, അപ്പൊ താഴെയുള്ളത് വെയിന്. ആ രീതിയിൽ ഓർത്തു വെക്കുക, അപ്പൊ അതും മാറില്ല. പിന്നെ അടുത്തത് ഇവിടെ നോക്കൂ, ഇവിടെ രണ്ട് വാൾവ് ഉണ്ട്, ബൈക്കസ്പിഡ് വാൾവും ട്രൈക്കസ്പിഡ് വാൾവും. അപ്പൊ ഇതാണ് ട്രൈക്കസ്പിഡ് വാൾവ്, ഇതാണ് ബൈക്കസ്പിഡ് വാൾവ്. ഇവിടെ ഏറ്റവും ചെറുത് ഇതാണോ ഇതാണോ? ഇപ്പൊ നമുക്ക് ഒറ്റ ലുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇതാണ് ചെറുത് അല്ലേ. അപ്പൊ ചെറുത് ഏതാണ്? ബൈക്കസ്പിഡ് വാൾവ്. ബൈക്ക് ചെറുതല്ലേ? ബൈക്ക് ചെറുതല്ലേ? ചെറിയ വണ്ടിയാണ് ഇത് ബൈക്ക്. അപ്പോൾ ബൈക്കസ്പിഡ് വാൾവ് ഇത് നോക്കൂ, ട്രൈക്കസ്പിഡ് ട്രക്ക് വലിയ വണ്ടിയാണല്ലോ. അപ്പൊ ഈ വലിയ ഗ്യാപ്പ് ഏതാണ്? ട്രൈക്കസ്പിഡ് വാൾവും. ചെറിയ ഗ്യാപ്പ് ഏതാണ്? ബൈക്കസ്പിഡ് വാൾവും. അത് ആ രീതിയിൽ ഓർത്ത് വെക്കാം. അപ്പൊ അതും കഴിഞ്ഞു. പിന്നെ ഇവിടെ സെമി ലൂണാർ വാൾവ്. വേൾഡ് ലൂണാർ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക ചാന്ദ്ര ദിനം. ചന്ദ്രൻ എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ ചന്ദ്രപ്പൂളുകൾ നോക്കൂ, അതേപോലെ തന്നെ ഇവിടെ ഇതായിരിക്കുന്നു ഹൈവ. അപ്പൊ അതെന്താണ്? അത് സെമി ലൂണാർ വാൾവ്. അത് ആ രീതിയിൽ ഓർത്ത് വെക്കുക. പിന്നെ ഇവിടെ ഒരു വീനക്കാവയും ഉണ്ട്, താഴെ ഒരു വീനക്കാവയും ഉണ്ട്. മുകളിലുള്ളത് സുപ്പീരിയർ വീനക്കാവ, താഴെയുള്ളത് ഇൻഫീരിയർ വീനക്കാവ. സിമ്പിൾ ലോജിക്കാണ്, ഇംഗ്ലീഷ് മീഡിയമുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. മുകളിലുള്ളത് സുപ്പീരിയർ ഓഫീസേഴ്സ് ഒക്കെ ഹൈ പൊസിഷനിലുള്ള ആൾക്കാരായിരിക്കും. താഴെയുള്ളത് ഇൻഫീരിയർ വീനക്കാവ. അത്രേ ഉള്ളൂ. എന്നാൽ മലയാളികൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു ചോദിച്ചാൽ, നിങ്ങൾ മുകളിലുള്ളത് ഊർദ്ധ മഹാസിര, താഴെയുള്ളത് അധോ മഹാസിര, അധോലോകം, അണ്ടർവേൾഡ് അതാണല്ലോ അധോലോകം. അണ്ടർവേൾഡ് എന്ന് പറഞ്ഞാൽ താഴെയാണ് അധോലോകം. അപ്പൊ താഴെ അധോ മഹാസിര, അപ്പൊ മുകളിൽ ഊർദ്ധ മഹാസിര. അത്രേ ഉള്ളൂ. അപ്പൊ അത് പഠിച്ചു. പിന്നെ അടുത്തത് ഈ ഏട്രിയം വെൻട്രിക്കിളൊക്കെ കോൺട്രാക്ട് ചെയ്യുന്നതിനെ, സങ്കോചിക്കുന്നതിന് ഒരു പേര് വിളിക്കും. അതിൽ ഏട്രിയം കോൺട്രാക്ട് ചെയ്യുന്നതിനെ ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയും. വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്നതിനെ വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന് പറയും. അങ്ങനെ ഏട്രിയം കോൺട്രാക്ട് ചെയ്യും, വെൻട്രിക്കിളും കോൺട്രാക്ട് ചെയ്യും. എന്നിട്ട് ഇവർ പഴയ അവസ്ഥയിലേക്ക് അത് തിരിച്ചു പോകും. ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും? റിലാക്സ് ആവും. ഏട്രിയങ്ങളുടെയും വെൻട്രിക്കിളുടെയും പൂർവ്വസ്ഥിതി പ്രാപിക്കൽ, അവരുടെ രണ്ടാളുടെയും റിട്ടേൺ ടു ദ പ്രീവിയസ് സ്റ്റേറ്റ് ഓഫ് ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾ. അതിനെ വിളിക്കുന്ന പേരാണ് ജോയിന്റ് ഡയസ്റ്റോൾ. എന്താണ് പേര്? ജോയിന്റ് ഡയസ്റ്റോൾ കേട്ടോ, ജോയിന്റ് ഡയസ്റ്റോൾ. അപ്പൊ ഏട്രിയം കോൺട്രാക്ട് ചെയ്യുന്ന ഏട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്ന വെൻട്രിക്കുലർ സിസ്റ്റോൾ. ഇത് രണ്ടും റിലാക്സ് ആവുന്നതിനെ ജോയിന്റ് ഡയസ്റ്റോൾ എന്നും പറയും. ഓക്കെ ആണല്ലോ. ഇത് മൂന്നും കൂടി ചേർന്നാലാണ് എന്ത് ചെയ്യുന്നത്? ഒരു കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്. ഒരു ഏട്രിയൽ സിസ്റ്റോളും ഒരു വെൻട്രിക്കുലർ സിസ്റ്റോളും ഒരു ജോയിന്റ് ഡയസ്റ്റോളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം സുഹൃത്തുക്കളെ? ഒരു കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഒരു കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം എത്രയെന്ന് ചോദിച്ചാൽ 0.8 സെക്കൻഡാണ്. ചില ആൾക്കാർ 8 സെക്കൻഡ് 0.8 സെക്കൻഡ് എഴുതാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ പോയിന്റ് ഇടാൻ മറക്കും. എന്നിട്ട് വെറും 8 എന്ന് എഴുതി വെക്കും. പൊട്ടത്തെറ്റ്. 0.8 തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ 0.8 സെക്കൻഡ് തന്നെ എഴുതി വെക്കണം, അല്ലെങ്കിൽ തെറ്റാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡ് പോലും വേണ്ടല്ലേ, 0.8 സെക്കൻഡ് ആണല്ലോ. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഒരു സെക്കൻഡ് ഒന്നെന്ന് പറഞ്ഞതിന്റെ മുമ്പ് എന്ത് ചെയ്തു? ഹൃദയം എന്ത് ചെയ്തു? ഒരു കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ് ആക്കി. ഹൃദയം ഒരു കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ് ആക്കി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയോ? 1 കാർഡിയാക് സൈക്കിൾ ഈസ് നോൺ ആസ് 1 ഹാർട്ട് ബീറ്റ്. ഹൃദയം ഒരു തവണ മിടിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ ഒരു മിനിറ്റിൽ ഇപ്പോൾ ഹൃദയം എന്ത് ചെയ്തു? 100 കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ് ആക്കി എന്ന് പറഞ്ഞാൽ ഹൃദയം 100 തവണ മിടിച്ചു എന്നാണ്. ആവറേജ് ഒരു മിനിറ്റിൽ നമ്മുടെ ഹൃദയമിടിപ്പ് എന്ന് പറഞ്ഞാൽ 72 ആണ്. അപ്പൊ കാർഡിയാക് സൈക്കിൾ എന്തായിരിക്കും? 72 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഹൃദയമിടിപ്പും കാർഡിയാക് സൈക്കിളും എന്താണ്? സെയിം ആണ്. ഓക്കെ. നെക്സ്റ്റ് പൾസ് ആണ്. ഈ പൾസിന്റെ കേസിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഹൃദയമിടിപ്പിന്റെയും പൾസിന്റെയും റേറ്റ് എന്താണ്? സെയിം ആയിരിക്കും. റേറ്റ് ഓഫ് പൾസ് ഈസ് ഈക്വലന്റ് ടു ദ റേറ്റ് ഓഫ് ഹാർട്ട് ബീറ്റ്. പിന്നെ പൾസ് എവിടെ കിട്ടുന്നതെന്ന് പഠിക്കണം. ഇവിടെ കിട്ടും, കൈയുടെ ഈ ഒരു കൈത്തണ്ടയിൽ. ഓക്കെ, ഇവിടെ പൾസ് കിട്ടും. പിന്നെ രണ്ട് നെറ്റിയുടെ ഇരുവശങ്ങളിലും, നെറ്റിയുടെ ഇരുവശങ്ങളിലും എന്ത് ചെയ്യും? നമുക്ക് ഈ പൾസ് കിട്ടും. അങ്ങനെ 2-3 പൊസിഷൻസ് പഠിച്ചു വെക്കുക. പിന്നെ ആംഗിൾ ഉണ്ടല്ലോ, കാലിന്റെ ഞെരിയാണി, അവിടെയും എന്ത് കിട്ടും? നമുക്ക്
പൾസ് കിട്ടും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. പിന്നെ പൾസിന്റെ റേറ്റ് ഇപ്പൊ 80 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഹൃദയമിടിപ്പിന്റെ റേറ്റും എന്തായിരിക്കും, 80 ആയിരിക്കും. ഹൃദയമിടിപ്പ് 110 ആണെങ്കിൽ പൾസും എന്തായിരിക്കും, 110 ആയിരിക്കും. അതായത് ഹൃദയമിടിപ്പും പൾസും ഒക്കെ എന്താണ്, സെയിം ആണ്. ഇനി എന്താണ് പൾസ് എന്ന് ചോദിച്ചാൽ, ഹൃദയം ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്നതിന്റെയും റിലാക്സ് ചെയ്യുന്നതിന്റെയും അനുസരിച്ച്, ഹൃദയം കോൺട്രാക്ട് ചെയ്യുന്നതിന്റെയും റിലാക്സ് ചെയ്യുന്നതിന്റെയും അനുസരിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ബ്ലഡ് പാസ് ചെയ്യുന്ന ആർട്ടറികൾ ഉണ്ടല്ലോ, ആ ആർട്ടറിയുടെ വാളിൽ എന്ത് ചെയ്യും, ഒരു വേവിലേക്ക് മൂവ്മെന്റ് ഫോം ചെയ്യും. ഹൃദയം ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആർട്ടറികൾ ഉണ്ടല്ലോ, ഞരമ്പുകൾ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞരമ്പുകൾ, ആ ഞരമ്പിൽ എന്ത് ചെയ്യുന്ന അറിയോ, ഒരു വേവിലേക്ക് മോഷൻ ഫീൽ ചെയ്യും. അതെല്ലാ ഞരമ്പിലും ഫീൽ ചെയ്യോ, ഇല്ല, ആർട്ടറിയിൽ മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. ആ വേവിലേക്ക് മോഷന് അല്ലെങ്കിൽ ആ വേവിലേക്ക് മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണെന്ത്, പൾസ്. ഓക്കെ ആണല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഹൃദയം ഇങ്ങനെ കൃത്യമായിട്ട് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി പണിയെടുത്തുകൊണ്ടിരിക്കുക. സ്റ്റിൽ ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ ബോഡിയിലും പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്റെ ബോഡിയിലും പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എന്നാണോ മരിക്കുന്നത് അതുവരെ ഇത് പണിയെടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും നേരം പണിയെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ചാർജ് അടിച്ചു പോകില്ലേ. ഇപ്പൊ നോക്കൂ സുഹൃത്തുക്കളെ, ഈ ഫോണ് കുറെ നേരം ഫോണുമ്പോൾ കളിച്ചു കഴിഞ്ഞാൽ ഇത് സ്വിച്ച് ഓഫ് ആവും. ഈ ഐപാഡ് കുറെ നേരം കളിച്ചു കഴിഞ്ഞാൽ ഇത് സ്വിച്ച് ഓഫ് ആവും. എല്ലാം എന്ത് ചെയ്യും, എല്ലാത്തിനും ഒരു കറന്റ്, ഒരു സപ്പോർട്ട്, ഒരു എനർജി വേണം. അപ്പൊ ഹൃദയം ഇങ്ങനെ മിടിക്കണമെന്നുണ്ടെങ്കിലും അതിന് എപ്പോഴും ഒരു എനർജി, ഒരു സപ്പോർട്ട്, ഒരു കറന്റ്, ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആരെങ്കിലും കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിനാ ചേട്ടൻ ജീവിച്ചിരിക്കുന്നത്? എടാ, നമ്മുടെ ഹൃദയത്തിന് കൃത്യമായിട്ട് കോൺട്രാക്ട് ചെയ്യാൻ ആവശ്യമായുള്ള നെസസറി ഇമ്പൾസസ്, ഇലക്ട്രിക്കൽ ഇമ്പൾസസ് നെസസറി ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസസ്, അതായത് ആവശ്യമായിട്ടുള്ള വൈദ്യുത തരംഗങ്ങൾ, ഹൃദയറകളുടെ സങ്കോചത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുത തരംഗങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട് നമ്മുടെ ഹൃദയത്തിൽ. അവന്റെ പേരാണ് SA നോഡ്. എന്താണ് പേര്? SA നോഡ്. ആ SA നോഡ് ഉണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഹൃദയം ഇങ്ങനെ താളാത്മകമായിട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, പേസ് മേക്കർ. എന്താണ് പേര്? പേസ് മേക്കർ. പിന്നെ SA നോഡിന്റെ പൊസിഷനും നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലാണ് ഇത് കാണപ്പെടുന്നത്, റൈറ്റ് ഏട്രിയത്തിന്റെ വാളിലിട്ടോ. ചില ആൾക്കാർ റൈറ്റ് ഏട്രിയത്തിലാണെന്ന് എഴുതി വെക്കും, അത് തെറ്റൊന്നുമില്ല. പക്ഷെ റൈറ്റ് ഏട്രിയത്തിന്റെ വാളിൽ എന്ന് എഴുതി വെച്ചാലേ ഒന്നും കൂടി എന്ത് ചെയ്യുള്ളൂ, ആൻസർ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ ആണല്ലോ. പിന്നെ നെക്സ്റ്റ് ECG ആണ്. ECG ആക്ച്വലി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഹൃദയം ഇങ്ങനെ മിടിക്കുന്നതിനനുസരിച്ച് ഒരു ഇലക്ട്രിക്കൽ വേവ് ഫോം ചെയ്യുന്നു പറഞ്ഞല്ലോ. ആ ഇലക്ട്രിക്കൽ വേവ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യും. റെപ്രസെന്റേഷൻ ഓഫ് ദ ഇലക്ട്രിക്കൽ വേവ്സ് ഇൻ ദ വാൾ ഓഫ് ദ ഹാർട്ട് വെൻ ദ ഹാർട്ട് ബീറ്റ്സ്. അതായത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് graphical representation of electrical waves in the walls of the heart when heart beats അല്ലെങ്കിൽ heart contracts and relaxes. ഹേർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആർട്ടറിയിൽ ഫോം ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ വേവ് ഉണ്ടല്ലോ, അത് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ രേഖപ്പെടുത്തുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്, ECG. അതാണ് ഈ സാധനം. ഇത് നിങ്ങൾ ചില ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോ സാധനം പോകും, അതിനർത്ഥം അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ്. ഇങ്ങനെ പോകുന്ന സാധനം കുറച്ചിങ്ങനെ പോയിട്ട് പിന്നെ ഇത് ഇങ്ങനെ പോയി, അതിനർത്ഥം എന്താ, അയാൾ മരിച്ചു എന്നാണ്. കാരണം അവിടെ എന്തില്ല, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ വേവ്സ് കാണിക്കുന്നില്ല മീൻസ് ഹൃദയം എടുക്കുന്നില്ല എന്നാണ്. നെക്സ്റ്റ് വൺ ആണ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ, അതായത് ഹൃദയം ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഒരു പ്രഷർ ഫീൽ ചെയ്യും. ദാറ്റ് പ്രഷർ ഈസ് നോൺ ആസ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ ഈസ് ദ പ്രഷർ ഫെൽറ്റ് ഇൻ ദ ആർട്ടറീസ് വെൻ ഹേർട്ട് കോൺട്രാക്ട്സ് ആൻഡ് റിലാക്സസ്. ഹൃദയം ഇങ്ങനെ സങ്കോചിക്കുമ്പോഴും വിശ്രമാവസ്ഥ പ്രാപിക്കുമ്പോഴും ഒരു പ്രഷർ ഫീൽ ചെയ്യും. ദാറ്റ് പ്രഷർ ഈസ് നോൺ ആസ് ബ്ലഡ് പ്രഷർ. അപ്പോൾ ഹൃദയം ആ സങ്കോചിക്കുന്നതിനെ ഒരു പേര് വിളിക്കും, അതാണ് സിസ്റ്റോൾ. ആ സമയത്ത് ഒരു പ്രഷർ ഉണ്ടാവും, അപ്പൊ ആ പ്രഷർ നമ്മൾ എന്ത് വിളിക്കും, സിസ്റ്റോളിക് പ്രഷർ. വലിയ പണി ഉണ്ടോ? സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി ഹൃദയം റിലാക്സ് ചെയ്യുന്നതിന് നമ്മൾ വേറെ പേര് വിളിക്കും, അതാണ് ഡയസ്റ്റോൾ. ദ റിലാക്സേഷൻ ഓഫ് ഹേർട്ട് ഈസ് കാൾഡ് ഡയസ്റ്റോൾ. അപ്പൊ ആ സമയത്ത് ഒരു പ്രഷർ ഉണ്ടാവും, അതിനെ വിളിക്കുന്ന പേര് മറ്റേത് സിസ്റ്റോളിക് പ്രഷറാണ്. അപ്പൊ ഇതെന്തായിരിക്കും, ഡയസ്റ്റോളിക് പ്രഷർ. ഓക്കെ ആണല്ലോ. അപ്പൊ ആക്ച്വലി എന്താ ബ്ലഡ് പ്രഷർ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെയും പറയാം, പ്രഷർ എക്സേർട്ടഡ് ഡ്യൂറിംഗ് ദ സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ. സിസ്റ്റോളിന്റെ സമയത്തും ഡയസ്റ്റോളിന്റെ സമയത്തും ഉണ്ടാകുന്ന പ്രഷറാണ് എന്ത്, ബ്ലഡ് പ്രഷർ. ഓക്കെ. അപ്പൊ സിസ്റ്റോളിന്റെ സമയത്ത് ഒരു പ്രഷർ ഉണ്ടാകുന്നുണ്ട്, ഡയസ്റ്റോളിന്റെ സമയത്ത് ഒരു പ്രഷർ ഉണ്ടാകുന്നുണ്ട്. സിസ്റ്റോളിന്റെ സമയത്ത് ഉണ്ടാകുന്ന പ്രഷറിനെ സിസ്റ്റോളിക് പ്രഷർ എന്നും ഡയസ്റ്റോളിന്റെ സമയത്ത് ഉണ്ടാകുന്ന പ്രഷറിനെ ഡയസ്റ്റോളിക് പ്രഷർ എന്നും പറയും. സിസ്റ്റോളിന്റെ സമയത്ത് ഉണ്ടാകുന്ന പ്രഷർ ആക്ച്വലി ഏകദേശം നോർമലി എത്ര വേണ്ടതെന്ന് ചോദിച്ചാൽ 120 ആണ് വേണ്ടത്. ഡയസ്റ്റോളിന്റെ സമയത്ത് ഉണ്ടാകുന്ന പ്രഷർ എത്ര വേണ്ടത്, 80 ആണ് വേണ്ടത്. അപ്പൊ 120 അതിനൊരു യൂണിറ്റ് ഉണ്ടാവില്ല. യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ mmHg ആട്ടോ, mmHg അത് അതിന്റെ യൂണിറ്റ് ആണ്. ഇപ്പൊ 10 കിലോഗ്രാം 10 മീറ്റർ എന്നൊക്കെ പറയുന്നതിൽ ആ കിലോഗ്രാം മീറ്റർ ഒക്കെ എന്താണ്, യൂണിറ്റ് ആണ്. അതുപോലെ mmHg ഒരു യൂണിറ്റ് ആണ്. അപ്പൊ സിസ്റ്റോളിന്റെ സമയത്ത് 120 mmHg ഡയസ്റ്റോളിന്റെ സമയത്ത് 80 mmHg ആണ് ആവറേജ് വേണ്ടത്. ഓക്കെ ആണല്ലോ. എന്ന് കരുതിയിട്ട് 120 തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പൊ ഞാൻ ലാസ്റ്റ് എന്റെ നാട്ടിൽ ഇപ്പൊ ഈ അടുത്ത് ഞാൻ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തിരുന്നു. അപ്പൊ ഇന്ത്യയിൽ 132/81 ആണ്.
ഇത് 814 സോറി 132/81 വന്നത് എന്ന് എഴുതിയിട്ട് എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടെന്നാണോ? അല്ല, അതും നോർമലാണ്. ഒരു ആവറേജ് ആണ് 120/80 mmHg. ഈ ഭയങ്കരമായിട്ട് കൂടി ഇപ്പൊ എന്റെ ബ്ലഡ് പ്രഷർ എന്താണ് 120 പകരം 200 ആയി, അത് പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ദ നോർമൽ ബ്ലഡ് പ്രഷർ ഓഫ് ഹെൽത്ത് ദ ബ്ലഡ് പ്രഷർ റേസിംഗ് എബവ് ദ ലെവൽ, ബ്ലഡ് പ്രഷർ ഒരു ലെവലിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ അതെന്താണ്? ഹൈപ്പർ ടെൻഷനാണ്. എന്താണ്? ഹൈപ്പർ ടെൻഷനാണ്. നിന്റെ ബ്ലഡ് പ്രഷർ 120 ഉള്ളത് എന്ത് ചെയ്തു? ഒരു 10 അമ്പട പുലിസു, അത് വലിയ പ്രശ്നമാണ്. അപ്പൊ ലോവറിംഗ് ദ ബ്ലഡ് പ്രഷർ കുറഞ്ഞാലും പ്രശ്നമാണ്. അതിനെ വിളിക്കുന്ന പേര് ഹൈപ്പോ ടെൻഷൻ. അപ്പൊ കൂടിയാൽ ഹൈപ്പർ ടെൻഷൻ, കുറഞ്ഞാൽ ഹൈപ്പോ ടെൻഷൻ. കൂടിയാൽ ഹൈപ്പർ, കുറഞ്ഞാൽ ഹൈപ്പോ. ഓക്കെ, ഹൈപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ മാർക്കറ്റ് അല്ല, കൂടിയ മാർക്കറ്റാണ്. അപ്പൊ കൂടിയാൽ ഹൈപ്പർ ടെൻഷനും കുറഞ്ഞാൽ ഹൈപ്പോ ടെൻഷനും. ശരിക്കും നോർമൽ എത്രയാണ്? 120/80 mmHg. ഓക്കെ ആണല്ലോ. പിന്നെ ഈ ബ്ലഡ് പ്രഷർ അളക്കുന്ന ഉപകരണമാണിത്. ഒന്ന് സ്ഫിഗ്മോ മാനോമീറ്ററും 2 ഡിജിറ്റൽ BP അപ്പാരറ്റസും. ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്ത് BP ചെക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അത് ഈ സാധനം വെച്ചിട്ടാണ് ചെക്ക് ചെയ്തത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിജിറ്റൽ BP അപ്പാരറ്റസ്. എന്നാ ഹോസ്പിറ്റലിലൊക്കെ ഈ സാധനം ഉണ്ടാവുക. ഇതിനെ വിളിക്കുന്ന പേര് സ്ഫിഗ്മോ മാനോമീറ്റർ. എന്താ പേര്? സ്ഫിഗ്മോ, ആ സാധനം വരണേ. ഓക്കെ, സ്ഫിഗ്മോ മാനോമീറ്റർ കേട്ടോ, സ്ഫിഗ്മോ മാനോമീറ്റർ. നെക്സ്റ്റ് വൺ ഡബിൾ സർക്കുലേഷൻ ആണ്. നമ്മൾ ഹൃദയത്തിന്റെ വർക്കിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഹൃദയത്തിന്റെ അറയിലേക്ക് എന്ത് ചെയ്യുന്നറിയോ? സെയിം ബ്ലഡ് 2 വട്ടം വരും. ഒരു സെയിം ബ്ലഡ് എന്ത് ചെയ്യും? 2 വട്ടം ഹൃദയത്തിലൂടെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. എന്താ? സെയിം ബ്ലഡ് പാസസ് ത്രൂ ദ ഹെഡ് ട്വൈസ്. അതായത് രക്തപര്യനത്തിൽ ഒരു രക്തം എന്ത് ചെയ്യുന്നുണ്ട്? 2 തവണ ഹൃദയത്തിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. ആദ്യം ഒന്ന് ഹൃദയത്തിലോട്ട് വരും, പിന്നെ ലങ്സിലോട്ട് പോകും, പിന്നെ ഒടുക്ക് തന്നെ വരും, ഹൃദയത്തിലോട്ട് തന്നെ വരും, പിന്നെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ സെയിം ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്? 2 വട്ടം ഹൃദയത്തിൽ കയറി ഇറങ്ങി പോകുന്നുണ്ട്. ബിക്കോസ് അതുകൊണ്ട് നമ്മുടെ സർക്കുലേഷനെ, നമ്മുടെ രക്തപര്യനത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കും. സെയിം ബ്ലഡ് പാസസ് ത്രൂ ദ ഹെഡ് ട്വൈസ്. ഹൃദയത്തിലൂടെ ഒരേ ബ്ലഡ് 2 തവണ പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ദ ബ്ലഡ് സർക്കുലേഷൻ ഇൻ ഹ്യൂമൻ ഈസ് നോൺ ആസ് ഡബിൾ സർക്കുലേഷൻ അഥവാ ദ്വിപര്യനം എന്ന് വിളിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും ദ്വിപര്യനം എന്ന് പറയുമ്പോൾ അതിൽ എത്ര പര്യനുണ്ട്? 2 പര്യനുണ്ട്. ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എത്ര സർക്കുലേഷൻ ഉണ്ട്? 2 സർക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു സർക്കുലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റമിക് പര്യനം അഥവാ സിസ്റ്റമിക് സർക്കുലേഷൻ. രണ്ടാമത്തേതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൾമണറി പര്യനം അഥവാ പൾമണറി സർക്കുലേഷൻ. അപ്പോൾ സിസ്റ്റമിക് സർക്കുലേഷനും പൾമണറി സർക്കുലേഷനും പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡബിൾ സർക്കുലേഷൻ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഡബിൾ സർക്കുലേഷനിൽ ഏതൊക്കെ ടൈപ്പ് സർക്കുലേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ സിസ്റ്റമിക്കും ഉണ്ട്, പൾമണറിയും ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ സിസ്റ്റമിക് സർക്കുലേഷൻ അത് എവിടുന്ന് തുടങ്ങുമെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ, സിസ്റ്റമിക് സർക്കുലേഷൻ ബിഗിൻസ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് എൻഡ്സ് ഇൻ റൈറ്റ് ഏട്രിയം. ഇടത് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങിയിട്ട് വലത് ഏട്രിയത്തിൽ അവസാനിക്കും. പൾമണറി സർക്കുലേഷൻ ബിഗിൻസ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് എൻഡ്സ് ഇൻ ലെഫ്റ്റ് ഏട്രിയം. അത് വലത് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങിയിട്ട് ഇടത് ഏട്രിയത്തിൽ അവസാനിക്കും. കൺഫ്യൂഷൻ ആയില്ലേ? എനിക്കും കൺഫ്യൂഷൻ ആയി. ഞാനിതെങ്ങനെ പഠിച്ചു വെക്കലെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരു കോഡ് പറഞ്ഞുതരാം. നിങ്ങൾ സെൽവരാജിനെ ആലോചിക്കുക. ആരെ ആലോചിക്കേണ്ടത്? സെൽവരാജ്. ആരാ സെൽവരാജ് എന്ന് ചോദിച്ചാൽ സെൽവരാജിൽ എസ് ആരാണ് അറിയോ? സിസ്റ്റമിക് സർക്കുലേഷൻ. LV ആരാണ്? ലെഫ്റ്റ് വെൻട്രിക്കിള്. RA ആരാണ്? റൈറ്റ് ഏട്രിയം. അപ്പൊ സിസ്റ്റമിക് സർക്കുലേഷൻ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റൈറ്റ് ഏട്രിയത്തിൽ അവസാനിക്കും. അപ്പൊ ഇനി സുഖാണ്. പൾമണറി സർക്കുലേഷൻ ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലേ, അപ്പൊ അത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇത് റൈറ്റ് ഏട്രിയം അല്ലേ, അപ്പൊ അത് ലെഫ്റ്റ് ഏട്രിയത്തിൽ എൻഡ് ചെയ്യും. നീ നോക്കിയാ പൾമണറി സർക്കുലേഷൻ സിസ്റ്റമിക് സർക്കുലേഷൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ തുടങ്ങിയിട്ട് റൈറ്റ് ഏട്രിയത്തിലാണോ നോക്കി നോക്കൂ. സിസ്റ്റമിക് സർക്കുലേഷൻ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങിയിട്ട് റൈറ്റ് ഏട്രിയത്തിൽ അവസാനിക്കും. അങ്ങനെ തന്നെയാണ്. ഇനി പൾമണറി എങ്ങനെയായിരിക്കും? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങിയിട്ട് ലെഫ്റ്റ് ഏട്രിയത്തിൽ അവസാനിക്കുക. നോക്കിയതാ, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങിയിട്ട് ലെഫ്റ്റ് ഏട്രിയത്തിൽ അവസാനിക്കുക. എങ്ങനെയുണ്ടെങ്കിൽ ബുദ്ധിയല്ലേ? ഓക്കെ, നിങ്ങൾ ഈ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ എന്തായാലും മാറിപ്പോകും. കാരണം ഞാൻ തന്നെ ഇത് കുറെ പഠിച്ചിട്ട് എനിക്ക് തന്നെ മാറിപ്പോകാറുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് മാറിപ്പോകുന്നല്ല. എന്താണ്? പക്ഷേ ഇതെന്താ വെച്ചാൽ ഇത് അങ്ങനെയുള്ള ഒരു സാധനമാണ്. അപ്പം മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ഒരു നിലക്കും നമുക്ക് മാറിപ്പോകാൻ പറ്റില്ല. നമുക്ക് ഒരു മാർക്ക് പോലും കുറയാൻ പാടില്ല. നമ്മൾ നിലവാരമുള്ള ഡാഡിയുടെ മക്കളാണ്, നിലവാരമുള്ള അച്ഛൻ്റെ മക്കളാണ്, നിലവാരമുള്ള വാപ്പാൻ്റെ മക്കളാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫുൾ മാർക്ക് മാത്രം അല്ലെങ്കിൽ A+ മാത്രമേ നമ്മൾ സ്വപ്നം കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഒരു മാർക്ക് പോലും എന്ത് ചെയ്യരുത്? പോകരുത്. നമ്മൾ ആ രീതിയിൽ സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ണിങ് ആയിട്ട് പഠിക്കണം. എന്നാൽ അവസാനമായിട്ട് ഇതും കൂടി ഒന്ന് പഠിച്ചോളൂ. വേൾഡ് ഹൃദയ ദിനം, ലോക ഹേർട്ട് ഡേ എന്നാണ് സെപ്റ്റംബർ 29. ഹാപ്പി അല്ലേ? ഓക്കെ, എന്നാലും പോയി. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ, സി യു സൂൺ. വീണ്ടും കാണാം. അപ്പോൾ പരീക്ഷയൊക്കെ എന്ത് ചെയ്യുക? ഉഷാറാക്കുക, അടിപൊളിയാക്കുക. പിന്നെ നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വളരെ വേഗത്തിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഇപ്പം നിലവിൽ നിങ്ങൾക്ക് ഓണത്തിൻ്റെ 10% ഓഫർ ഉണ്ട് നിഞ്ചയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് മാക്സിമം എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യുക. എനിവേ, പരീക്ഷയിൽ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. പരീക്ഷ അടിപൊളിയാവട്ടെ, സുന്ദരമാവട്ടെ, റൊമാൻറ്റിക് ആവട്ടെ, ക്യൂട്ട് ആവട്ടെ, മൊഞ്ചാവട്ടെ, സൂപ്പർ ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്.